ശരിക്കും വൻപയറിന് ഇത്രയും രുചിയുണ്ടെന്ന് ഈ കറി കഴിച്ചപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത്. അത്രയ്ക്കും ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു കറിയാട്ടോ ഇത്. ഈ ഒരൊറ്റ ഐറ്റം മതി ഒരു പറ ചോറ് കഴിക്കാൻ. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കാം. അതിനായി ആദ്യമേ തന്നെ ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 2 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ടയും, 1 ടീസ്പൂൺ വലിയ ജീരകവും, 1 ടീസ്പൂൺ ചെറിയ ജീരകവും, 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാട്ടോ. ഇതൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ, എണ്ണയിൽ കിടന്ന്. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 8-9 കുഞ്ഞുള്ളിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് വീണ്ടും അതൊന്ന് വെന്ത് വരുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതിയാവും കേട്ടോ. ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതിയാവും. പെട്ടെന്ന് തന്നെ ഇങ്ങ് ആയി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായി മാറ്റി വെക്കാം. ഇതിപ്പോ ഒന്ന് തണുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് കൂടെ തന്നെ ഒരു കൈപ്പിടി അളവ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് പാകത്തിന് അടിച്ചെടുക്കണം. അതെ, ഇതുപോലെ അങ്ങ് അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായി തുടങ്ങാം കേട്ടോ. അതിനായി ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. ഇനി അതിലേക്ക് ഒരു സവാള ഇത് കണക്ക് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചോപ്പറിൽ പെട്ടെന്ന് അങ്ങ് അരിഞ്ഞെടുത്തേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ. കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് വെന്ത് വരണം, അതുവരെയും വഴറ്റിയെടുക്കാം. അതെ, ഈ ഭാഗമൊക്കെ എത്തുമ്പോഴേക്കും ഇതിലേക്ക് ഒരു തക്കാളി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതും ഞാൻ ചോപ്പറിൽ അരിഞ്ഞതാട്ടോ. നിങ്ങൾക്ക് അല്ലാതെ അരിഞ്ഞ് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഇതും ചേർത്ത് തക്കാളി നല്ലപോലെ വേവുന്നത് വരെ അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതെ, ഇപ്പോൾ അത്യാവശ്യം തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷെ ചേർക്കുന്നതാട്ടോ നല്ലത്. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാ. അപ്പം അതും ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെയും നന്നായി അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഫ്ലെയിം ഒക്കെ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു കേട്ടോ. അപ്പം ഇതിന്റെ പച്ചമണം മാറുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് അമർത്തിക്കണേ. താടെ ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു മാറ്റി വെച്ച ആ മിക്സും കൂടെ ചേർത്ത് വീണ്ടും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരുപാടങ്ങ് വഴറ്റിയൊന്നും വേണ്ട, കാര്യം നമ്മൾ ഓൾറെഡി ഇതെല്ലാം ഒന്ന് വേവിച്ചെടുത്തതാണ്. ഇതുപോലെ ഒന്ന് വഴറ്റിയതിനു ശേഷം ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. മസാലയും വെള്ളവും കൂടെ ചേർത്ത് നന്നായി അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇതുവരെയും ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയം അങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം അത്യാവശ്യം നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിൽ വൻപയറും കൂടെ വേവിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് 1 കപ്പ് വെള്ളം കൂടെ ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് വെള്ളം ഞാൻ ടോട്ടൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളമൊക്കെ വെക്കാം. ഇത് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരാനായി വെയിറ്റ് ചെയ്യാം കേട്ടോ. അതാണ് ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വൻപയർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വൻപയർ എടുത്ത് ഒരു 2 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ച് കഴുകിയെടുത്തതാട്ടോ. അതും ചേർത്ത് വീണ്ടും ചെറുതായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ച് ഒരു
5 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി കേട്ടോ. ശരിക്കും ഈ കറി ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒരു കറികളുടെ ആവശ്യമില്ല കേട്ടോ. ചോറിന് ഇത് മാത്രം മതി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ അതാണ്ട് 5 വിസിലൊക്കെ കേട്ട് അതിന്റെ സ്റ്റീമൊക്കെ പോയി ഓപ്പൺ ചെയ്യാം കേട്ടോ. നമ്മുടെ കറിയൊക്കെ ഇവിടെ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി, നല്ല കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ കറി കാണുമ്പോൾ തന്നെ അറിയാലോ എന്ത് രുചിയായിരിക്കും. അത്രയ്ക്കും രുചിയുള്ള ഒരു കറിയാട്ടോ ഇത്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് മറക്കാതെ എനിക്ക് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാട്ടോ. പിന്നെ ഇത് ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാട്ടോ, ചോറിന്റെ കൂടെ മാത്രമല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.